ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം രാവിലെ 7 മണി. രാവിലെ എണീറ്റ് ഇങ്ങനെ ഇരിക്കുകയാണ്. രാവിലെ എണീറ്റ് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ചെറിയ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച്. ഇന്ന് 7 മണിക്ക് എണീറ്റിട്ട്, കാരണം ഇന്നാണ് നമ്മുടെ ഇൻറ്റേൺഷിപ്പ് ബേസിക്കലി സ്റ്റാർട്ടാവണേ. അപ്പോൾ വിചാരിച്ച് ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്ന്. എന്തോരം എടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്, ഇത് കംപ്ലീറ്റ് ആവാൻ അറിഞ്ഞൂടാ. രാവിലെ എണീറ്റ് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ആക്ച്വലി ഞങ്ങൾ ഇന്നോട്ടാണ് ഇൻറ്റേൺഷിപ്പിന് ജോയിൻ ചെയ്യണേ. അപ്പോൾ ഇന്ന് നേരത്തെ എഴുന്നേറ്റ് ഒരു 9:30 ആകുമ്പോഴേക്കും പോയാൽ മതി. പക്ഷേ ഇന്ന് കുറച്ച് നേരത്തെ എഴുന്നേറ്റ്. ഇപ്പം നമ്മൾ 7 പേരാണ് വന്നേക്കണേ. അപ്പം അതിൽ 5 പേര് ഇവിടെയും ബാക്കി 2 പേര് വേറെ സിറ്റിയിലാണ്, യോണാഗ എന്ന് പറഞ്ഞ സിറ്റിയിലാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് മാറ്റ്സ്വേ എന്ന് പറഞ്ഞ സിറ്റിയിലാണ്. ഇവിടെ തണുപ്പെന്ന് പറഞ്ഞാൽ ഇപ്പം -1 ആ റേഞ്ചിലേക്ക്. ഇതുണ്ടോ? ഓ ഗൈസ്, ഇതിപ്പോൾ തുടങ്ങിയതാ. മറ്റേ സ്നോഫാള് ഗൈസ്, എനിക്ക് കാണാൻ പറ്റണ്ടോന്ന് അറിഞ്ഞൂടാ. വീഡിയോയിൽ കാണാൻ പറ്റണ്ടോന്ന് അറിഞ്ഞൂടാ. സ്നോഫാൾ തുടങ്ങി വിഷയം. ഇന്ന് സ്നോഫാൾ ഉണ്ടോന്ന് ഇവിടെ നേരത്തെ വെതർ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ എണീറ്റപ്പോൾ ഉണ്ടായില്ല. ഞാനിപ്പോൾ ഈ വ്ളോഗ് എടുത്തപ്പോഴാണ് തുടങ്ങിയേക്കണേ. ഓ സീൻ, ഞാൻ ആദ്യമായിട്ട് സ്നോ ആണ് ഗൈസ്, ലൈഫിൽ ആദ്യമായിട്ട് അങ്ങനെ സ്നോഫാൾ ഉണ്ട്. ഇന്നലെ നല്ല ഹാപ്പനിങ് ഡേ ആയിരുന്നു. ഇന്നലെ അടിപൊളിയായിരുന്നു. ഇന്നലെ ഞങ്ങൾ മേയറിനെ കണ്ട്, അതിന് മെച്ചോ ക്യാമ്പസ് ഉണ്ട്. റൂബി ക്രിയേറ്ററിനെ മീറ്റപ്പ് ഉണ്ടായി. അതെൻ്റെ ലാസ്റ്റ് ഇവിടെ ഒരു വെൽക്കം പാർട്ടി ഉണ്ടായി. എനിക്കും പിന്നെ ആകാശിനും, ഞങ്ങൾ രണ്ടുപേരും ഒരു കമ്പനിയിലെ ഇൻറ്റേൺഷിപ്പ് ചെയ്യണം. എനിക്കും ആകാശിനും അവരുടെ വക ഒരു പാർട്ടി ഉണ്ടായി, കമ്പനിക്കാരുടെ വക ഒരു പാർട്ടി ഉണ്ടായി. കലക്കം ഫുഡും സാധനങ്ങളൊക്കെ ആയിട്ട് അടിപൊളി പാർട്ടിയായിരുന്നു. ആഫ്റ്റർ പാർട്ടി, വെൽക്കം പാർട്ടി കഴിഞ്ഞിട്ട് ഒരു പാർട്ടി ഉണ്ടായി. ഗൈസ്, സ്നോ നോക്കിയിരുന്നപ്പോൾ ഞാനൊരു കാര്യം നോട്ടീസ് ചെയ്തു. ആ റൂട്ടിൽ കിടക്കുന്ന വണ്ടികളൊക്കെ കണ്ട, അത് ജസ്റ്റ് പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന വണ്ടികളല്ല കേട്ടോ. കണ്ടാൽ പാർക്ക് ചെയ്ത പോലെ തോന്നും, പക്ഷെ അത് റോട്ടിൽ നമ്മുടെ സിഗ്നലിൽ കിടക്കുന്ന വണ്ടികളാണ്. കണ്ട, ഓരോ വണ്ടികളും അത്രയും ഗ്യാപ്പിട്ട് കറക്റ്റായിട്ട് നിർത്തണം. നോക്കിയോട്ടെ, ആ വണ്ടി കറക്റ്റ് അവിടെ കൊണ്ട് നിർത്തും. കണ്ട, അത്രയും ഗ്യാപ്പിട്ട് നിർത്തുള്ളൂ. നാട്ടിലാണെങ്കിൽ ഇപ്പോൾ കാണാമായിരുന്നു. നാട്ടിൽ ഒരു 100 വണ്ടികളുണ്ടാവും ഈ റോട്ടിൽ. റൂൾസ് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ഉള്ളവർ മരിക്കും. അത് സീനാണ്. എല്ലാവരും കറക്റ്റ് റൂൾസൊക്കെ ഫോളോ ചെയ്ത് നടക്കാറുള്ളൂ. ഗൈസ്, ഒറ്റയടിക്ക് വെയിലായിട്ടാ. കുറച്ച് നേരം മുമ്പ് മഞ്ഞായിരുന്നു, മൂടിക്കിട്ടൊക്കെയായിരുന്നു. ഇപ്പം ഒറ്റയടിക്ക് ക്ലിയർ ആയി തുടങ്ങുന്നുണ്ട്. എന്തൊക്കെയാ സംഭവിക്കണേ? ഗൈസ്, നമ്മളിപ്പോൾ റെഡിയായി, കുളിച്ച് റെഡിയായി. ഫസ്റ്റ് ഡേ കമ്പനി പോകാൻ പോകണം ഇൻറ്റേൺഷിപ്പിൻ്റെ. ആകാശ് ബ്രോ എന്ത് പറയാണ്? റെഡിയാണ് ഗൈസ്. ഫസ്റ്റ് ഡേ കമ്പനിയുടെ ഫസ്റ്റ് ഡേ. ID കാർഡ് വേണ്ടി എടുക്കണം. ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ ID കാർഡ്. ഇവിടെന്നാണ് ഇതിട്ടാണ് കമ്പനി പോകാൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇനി അടിക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. എന്നിട്ട് അവിടെ നിന്ന് നേരെ കമ്പനിയിൽ പോകും. സമയമുണ്ട് അല്ലേ? പതുക്കെ പോയാൽ മതി. ഓക്കെ ഗൈസ്, അപ്പം ഇനി കമ്പനിയിൽ പോകണ വഴി ഞാൻ കാണിച്ചു തരാം. ബൈ. ഗൈസ്, ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ആപ്പിൾ ജ്യൂസ് എടുത്തിട്ടുണ്ട്, പിന്നെ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്, പിന്നെ സോസേജ്, കുറച്ച് വെജീസ്, ഫ്രൂട്ട്സാണ് നമ്മുടെ മെയിൻ അല്ലേടാ? അതെ അതെ. പിന്നെ ഇവിടുത്തെ റോ ഫിഷിൻ്റെ ടേസ്റ്റ് വല്ലാത്തൊരു ടേസ്റ്റാണ്. സോസ് ഉള്ളതുകൊണ്ട് പിടിച്ചേക്കുക. ഈ സാധനം കണ്ട, ഇതുള്ളതുകൊണ്ട് നമുക്ക് കുറേ പിടിച്ചേക്കുക. ഓക്കെ ഗൈസ്, കഴിച്ചിട്ട് വരാം. ഗൈസ്, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലെ കോമൻസിൽ എന്നോട് ചോദിക്കേണ്ടത് എങ്ങനെയാണ് ഇൻറ്റേൺഷിപ്പ് കിട്ടിയ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നത്. അപ്പോൾ ആക്ച്വലി എനിക്ക് കോളേജ് വൈസാണ് ഇത് കിട്ടിയത്. ഞങ്ങൾക്ക് എല്ലാവർക്കും കോളേജിൽ നിന്ന് സെലക്ഷൻ കിട്ടിയാണ് ഇവിടെ വന്നേക്കണേ. കോളേജ് ഇവിടുത്തെ ഷിമാന യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയുടെ ടൈപ്പ് ഉണ്ട്. അപ്പോൾ എവരി ഇയർ കുറച്ച് സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ഇൻറ്റേൺഷിപ്പ് ചെയ്യിപ്പിക്കാറുണ്ട് അവർ. ബേസിക്കലി ഇതൊരു ഷോർട്ട് ടേം ഇൻറ്റേൺഷിപ്പാണ്. അപ്പോൾ ദിസ് ഇയർ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടായി. അത് പാസ്സായവർക്ക് 2 സ്റ്റേജസ് ഓഫ് ഇൻ്റർവ്യൂ ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് ഒരു ജാപ്പനീസ് ലാംഗ്വേജ് ക്ലാസ് വെച്ചിട്ട് അതിൻ്റെ ബേസ് ചെയ്ത് ടെസ്റ്റ് ഉണ്ടായി. ഇതെല്ലാം പാസ്സായി ഷോർട്ട് ലിസ്റ്റായ സ്റ്റുഡൻസിനാണ് ഈ ഓപ്പർച്യൂണിറ്റി കിട്ടണത്. ടോട്ടൽ 3 കമ്പനീസ് ഉണ്ടായി. എനിക്കും ആകാശം സെലക്ഷൻ കിട്ടിയത് ബ്രേവ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ കമ്പനിയിലാണ്. ഗൈസ്, ഇപ്പോൾ ലഞ്ച് ടൈമാണ്. അപ്പോൾ നമ്മുടെ മെൻറ്ററായ അശബ്രോ പറഞ്ഞാൽ എന്തെങ്കിലും വെറൈറ്റി ട്രൈ ചെയ്യാമെന്ന്. പിന്നെ ഞാനും ആകാശം നോക്കിയില്ല, നേരെ വിട്ടു. നമ്മൾ റെസ്റ്റോറൻറ്റിലെത്തി. പിന്നെ അവിടെ മെനു ഒക്കെ നോക്കി ഏറ്റവും ലാസ്റ്റ് അവിടുത്തെ ഒരു ജാപ്പനീസ് ഡിഷായ കട്സുകറിയാണ് ഓർഡർ ചെയ്തത്. ഫുഡ് കഴിച്ച് തിരിച്ചെത്തി. അടിപൊളി ഫുഡായിരുന്നു. പിന്നെ വർക്ക് കണ്ടിന്യൂ ചെയ്ത് മോർണിംഗ് 9 to ഈവനിങ് 5 ആണ് ഞങ്ങളുടെ വർക്ക് ടൈം. ഗൈസ്, ഇന്നത്തെ വർക്ക് കഴിഞ്ഞ് പൊളിയായിരുന്നു. നേരെ പോവാണ്.
ഇന്ന് സ്നോ പ്രതീക്ഷ, രാവിലെ കുറച്ച് സ്നോ ഉണ്ടായിരുന്നു, പക്ഷേ പിന്നീട് സ്നോ ഒന്നും ഇല്ലായിരുന്നു അല്ലേ. ഓ നല്ല തണുപ്പുണ്ട് ഗൈസ്. ഗൈസ് മെക്ഡിന്ന് ബർഗർ അടിച്ച്. ജപ്പാനിലത്തെ മെക്ഡി കയറുമെന്ന് ഞങ്ങൾ വന്നപ്പോൾ തൊട്ട് വിചാരിച്ചാണ്. ആരുമില്ല കേട്ടോ, ക്ലോസിങ് ടൈമേ, അതാണ് ആരുമില്ല. അവിടെ അറ്റത്തൊരു ഇതുണ്ട്, സൂപ്പർ ഷോപ്പിംഗ് സെൻറ്റർ. ഇവിടെ കുറേ ഷോപ്സ് ഉണ്ട്. മെക്ഡി കയറാന്ന് വിചാരിച്ചത്. ബർഗർ മെക്ഡി ബർഗർ അടിപൊളിയാണ്. ഇത് രണ്ടാമത്തെ ആദ്യത്തെ വീഡിയോ എടുക്കാൻ മറന്നു. രണ്ടാമത്തെയാണ് മെക്ഡി ബർഗർ. ആദ്യത്തെ ബർഗറിൽ ഒരു ഓറഞ്ച് കളർ സോസ് ആയിരുന്നു. ഇത് മയണൈസാണ് സാധാരണ അവിടെ. കൊള്ളാം. ഗൈസ് ബർഗർ കഴിച്ചു, രണ്ടെണ്ണം അടിപൊളി, ഒന്നും പറയാനില്ല. അടിപൊളി അടിപൊളി. ഗൈസ് ഇതൊക്കെ ഇവിടുത്തെ കടകളാണ്. നമ്മുടെ അവിടെ ഇപ്പോൾ ലുലുവിലൊക്കെ കട ഷട്ടർ ഇട്ടല്ലേ അടയ്ക്കണേ. ഇവിടെയെന്ന് വെച്ചാൽ ഈ നെറ്റ് ഇട്ടാണ് അടയ്ക്കണേ. നമ്മുടെ അവിടെ ഈ നെറ്റ് ഇട്ടാൽ ചിലപ്പോൾ പിറ്റേ ദിവസം കടയിലൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഇവിടെ ഒരു സാധനം പോകില്ല. അതാണ് ജപ്പാൻ അല്ല ആകാശവും. ഗൈസ് എനിക്ക് പുറത്തിറങ്ങുമ്പോൾ കുറേ വ്ലോഗ് എടുക്കണമെന്നുണ്ട്, പക്ഷേ ഉണ്ടല്ലോ ഈ സ്നോഫോൾ കാരണം പറ്റുള്ള കൈയൊക്കെ ഐസാവും. കൈയൊക്കെ ജാക്കറ്റിൻ്റെ ഗ്ലൗസ് ഇട്ടിട്ട് ഈ ജാക്കറ്റിൻ്റെ ഉള്ളിൽ ഒന്നും അറിഞ്ഞുകൂടാ. ഞാൻ വേണം എല്ലാം പറഞ്ഞു കൊടുക്കാൻ. ഫോളോ മീ. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ സാഹചര്യങ്ങൾ എന്തായാലും വ്ലോഗ് എടുക്കും. പുറത്തിറങ്ങി മാക്സിമം വ്ലോഗ് ചെയ്യാൻ ശ്രമിക്കും, സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി. കുറച്ചുള്ളൂ എന്നാലും. ശരിക്കും പറഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയല്ല ഞാൻ വ്ലോഗ് ചെയ്യുന്നത്. നമുക്കിങ്ങനെ കണ്ടിരിക്കാമല്ലോ കുറേ നാൾ കഴിയുമ്പോൾ. ജസ്റ്റ് മെമ്മറീസ് അല്ലേ, യൂട്യൂബിൽ കിടന്നോളൂല. നമുക്ക് കാണാം, നമ്മുടെ ഭാവി ഫ്യൂച്ചർ തലമുറയ്ക്ക് കാണാം, പിന്നെ ഇതെൻ്റെ ഫ്യൂച്ചർ തലമുറയ്ക്ക് കാണാം. പൊള്ളി. ഇതൊക്കെ സ്നോ ആണ് ഗൈസ്. ഇതൊക്കെ ഇന്ന് രാവിലെയൊക്കെ പെയ്ത സ്നോ ആണ് ഗൈസ്. ഇവിടെ പച്ച വന്നാലേ കിടക്കാൻ പറ്റുള്ളൂ. കണ്ടാ ഇപ്പം റെഡായി, ഇപ്പം കിടക്കാൻ പറ്റൂല ഇവിടെ ഗൈസ്. അങ്ങനെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങൾ സ്റ്റേ എത്താറായി. ഞാൻ ഹോട്ടലിലോട്ട് ഒരു 2 മിനിറ്റ് കൂടെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഗൈസ് വേറൊരു വ്ളോഗ് ഇട്ട് വരാം. ബൈ ബൈ. ബൈ പറയണം. ബൈ 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 ബൈ.